സീപ്ലെയിൻ പദ്ധതിക്ക് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹം എതിരല്ല. എന്നാൽ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ചില ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ദൂരീകരിക്കപ്പെടുക എന്നുള്ളതാണ്. കാരണം അവർ തൊഴിലെടുക്കുന്ന തൊഴിൽ മേഖലയിൽ തൊഴിൽ നഷ്ടപ്പെടുമെന്നും അതിന്റെ അടിസ്ഥാനത്തിലുള്ള വരുമാന നഷ്ടമുണ്ടാകുമെന്നുള്ള ഒരു ആശങ്കയും ഉത്കണ്ഠയും ആ വിഭാഗത്തിനിടയിലുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെയും ഒരു യോഗം വിളിച്ചു കൂട്ടി ആ യോഗത്തിന് ശേഷം മാത്രമേ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ട്രയലാണ് കഴിഞ്ഞത്, ഇതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാവൂ എന്ന അഭിപ്രായം ആണ് യോഗത്തിൽ പൊതുവായി ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിനോട് കേരളത്തിലെ എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെയും ഒരു യോഗം വിളിച്ചു കൂട്ടി ചർച്ച നടത്തണം എന്ന് ആവശ്യപ്പെടുവാൻ തീരുമാനിച്ചു. നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി അങ്ങനെ ഒരു യോഗം വിളിക്കുന്നതിന് ഗവൺമെന്റ് തയ്യാറാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെടാനാണ് തീരുമാനിച്ചത്. സമരത്തെക്കുറിച്ചൊക്കെ ചിലരൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഒരു സമരം ഇപ്പോൾ വേണ്ട. വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയ്ക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു നടപടിയും മത്സ്യത്തൊഴിലാളി സംഘടനയുടെ ഭാഗത്തുനിന്ന് വന്നുകൂടാ. എന്നാൽ അവരുടെ തൊഴിലും തൊഴിലിടവും സംരക്ഷിക്കണം, വരുമാനം സംരക്ഷിക്കണം, അതിനാവശ്യമായ നടപടിയായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്ന ഒരു പൊതു നിലപാടാണ് എല്ലാവരും കൂടെ ചേർന്ന് സ്വീകരിച്ചിട്ടുള്ളത്. അല്ല, ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ എത്രയും വേഗം യോഗം വിളിച്ച് ഈ കാര്യത്തിനകത്തുള്ളൊരു വ്യക്തത വരുത്തിയാൽ മതി. അതുവരെ ഈ ഇപ്പോൾ നടത്തിരിക്കുന്ന പോലെ നടക്കുന്നതിന് ഒരു എതിർപ്പുമില്ല. ഏതാ ഡാം, എയർപോർട്ട് ഇങ്ങനെ. എന്നാൽ ഇതിന് രണ്ടാം ഘട്ടം എന്നുള്ള നിലയിലേക്ക് ചില കായലുകളിലേക്കൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കായലുകളിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉൾക്കൊണ്ട മാത്രമേ ഉള്ളൂ. മറ്റേ ഇപ്പോൾ നടപ്പിലാക്കുന്ന പോലെ നടപ്പിലാക്കിക്കൊണ്ട് പോകുന്നതിനകത്ത് യാതൊരു തർക്കമില്ല. അല്ലല്ല, അതല്ല, അത് പിന്നെ ഇപ്പൊ നിലവിൽ നടപ്പിലാക്കുന്നത് പോലെ നടപ്പിലാക്കുന്നതിന് എതിർപ്പൊന്നുമില്ല. ഏതാ ഡാം ടു എയർപോർട്ട്. പക്ഷെ വ്യാപിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വ്യാപിപ്പിക്കുന്നതിന് മുമ്പായി യോഗം വിളിച്ചു കൂട്ടണം എന്നാണ് ആവശ്യപ്പെടുന്നത്. വരുമെന്നാണ് ഇപ്പോ. അല്ല, അതിനകത്ത് കണ്ടു, അതിനകത്താണ് നമുക്കുള്ള ഉത്കണ്ഠ. ഈ ഭാഗത്ത് കാരണം ഇപ്പൊ നടപ്പിലാക്കുന്നത് പോലെ നടപ്പിലാക്കുന്നതിന് തർക്കമില്ല, എതിർപ്പില്ല. നിലവിലുള്ള ഡാമിൽ നിന്നും എയർപോർട്ടാണ്, അതിന് ഞങ്ങൾ എതിർക്കുന്നില്ല, യാതൊരു എതിർപ്പില്ല. കായലിലേക്ക് വരുമ്പോൾ ആ കാര്യത്തിനകത്ത് പിന്നെ ഇപ്പൊ തൊഴിൽ കേന്ദ്രങ്ങളുണ്ട്, തൊഴിലിടങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കക്ക വാരുന്ന, മത്സ്യബന്ധനം നടത്തുന്ന ഏതെല്ലാം ഇടങ്ങളുണ്ടെന്ന് അറിയാലോ. പിന്നെ വിശാലമായി കിടക്കുന്നിടത്ത് നമുക്ക് അഭിപ്രായം പറയാൻ ഒക്കത്തില്ല. ആ സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരുമായി ചർച്ച ചെയ്ത് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ധാരണ വരുത്തിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇല്ല, മത്സ്യത്തൊഴിലാളികൾ 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന എറണാകുളം, കോട്ടയം, ആലപ്പുഴ. അഷ്ടമുടിക്കായൽ കൊല്ലത്തിന്റെ 35,000 ഒന്നുമില്ല ഇപ്പോൾ, അതിൽ കുറവാണ്. പക്ഷെ എത്ര ആയാലും ശരി അവണം കൊണ്ട് ഉപജീവനം നടത്തുന്ന കുറെ ആൾക്കാരുണ്ട്. ഇല്ല, കേരളത്തിൽ ഇപ്പൊ ആകെ മത്സ്യത്തൊഴിലാളികള് ആക്റ്റീവ് ഫിഷർമാൻ 10,000-50,000 കാണത്തുള്ളൂ. അത് വേറെ കാര്യം.